സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പരിക്കാണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാലിൻ്റെ ആംഗിളും തെന്നിയതാണ്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ലെഗ് ഹോപ്പ് ചെയ്ത് അപ്പം ലാൻഡ് ചെയ്ത ലെഗ് തെന്നിപ്പോയി. ട്രയൽ ചെയ്ത ലെഗ് മടങ്ങി. അപ്പോൾ ട്രയൽ ചെയ്ത ലെഗിൻ്റെ പത്തി ഇങ്ങനെ ഇരിക്കുന്ന പത്തി ഇങ്ങനെ മടങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അത് മാറി വരികയാണ്, പിച്ച വെച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അയൽവക്കത്തെ എപ്പോഴും നമ്മളോട് വരുന്ന അഖിൽ രാവിലെ വല ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോറടിച്ചിരിക്കുകയല്ലേ, അണ്ണനും കൂടെ വാ നമുക്ക് പോയി വല വലിക്കാമെന്ന് പറഞ്ഞ് ചെറുപ്പകാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ വലയിടാൻ പോകുമായിരുന്നു. കാരണം നമ്മൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പോക്കറ്റ് മണി നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാഗൊക്കെ മേടിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണ് ഇപ്പോഴത്തെ കുട്ടികളും അവരുടേതായ കാര്യത്തിന് വേണ്ടിയുള്ള പണം സമ്പാദിക്കാറുണ്ട്. അപ്പോൾ ഞാനും അവനും കൂടെ പള്ളത്തിക്കാണ് വലയിട്ടേക്കുന്നത്. പള്ളത്തിക്കല്ലാടാ വലയിട്ടേക്കുന്നത്? ഏതാ 32ൻ്റെ വലയോ? 32ൻ്റെ വല ഇട്ടിട്ടുണ്ട്. നമ്മളത് വലിക്കാൻ പോവാം. വേണ്ടോ, ഭയങ്കര സേഫ്റ്റിയിലൊക്കെയാണ്. നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യാം. നടന്നാലേ കാലൊന്ന് അയയത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട്, അത് അയഞ്ഞാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ കുറച്ച് നടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മടവഴി വേണം നമ്മളകത്ത് കയറിപ്പോകാൻ. കുറ്റിയുടെ വഴി കയറുകൂടെ വെള്ളം? ഈ മടയുടെ ഭാഗത്ത് വന്ന് വീശുവാണെങ്കിൽ കോല കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ ആർക്ക് വേണേലും എവിടെ വേണേലും വന്ന് മീൻ പിടിക്കാം, ആരും ഒന്നും പറയത്തൊന്നുമില്ല. ഇവിടെ പെട്ടി എടുത്തിട്ടില്ല കേട്ടോ. ചെരിയുന്നു വെള്ളം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞങ്ങ് പോവേ. ഇറ്റ്സ് എ റിസ്കി ഗെയിം. എനിക്ക് ഇതിലൂടെ ഇറങ്ങാനേ വെള്ളം ഈ സൈഡേ പതുക്കെ ഈ വെള്ളത്തിന് മേളിൽ കൂടെ വലിച്ച് അകത്ത് കയറ്റിയിട്ട് വേണം കയറിപ്പോയി വല വലിക്കാൻ. തന്നെ എടുക്കാൻ പിന്നെ അവിടെ ഇതുണ്ടോ നോക്കിയേ, കമ്പി നോക്കണേ. എന്നാ എവിടുന്നാ? ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. എവിടെയാടാ? അങ്ങോ ഇതോ ചെറിയ വലയാണോടാ? വള്ളത്തി കുടഞ്ഞ് കളയാതെ, വള്ളത്തിൽ പെട്ടെന്ന് പോകും. ഉണ്ടല്ലോ പരീക്ഷണ സക്സസ്. എങ്ങോട്ടാ വല കിടക്കുന്നത്? വള്ളത്തി ഉണ്ടല്ലേ? വെള്ളത്തിൽ പോയോ? വെള്ളത്തിൽ ആഹാ. വരലെടുക്കുമോ? ഓ, ഈ മോട്ടർ ഓടുന്ന സമയത്തുണ്ടല്ലോ ഈ പുറകെ വരുമ്പോൾ കിങ്ങിണി കണക്ക് ഇവിടെ കിടക്കും. നമ്മളങ്ങനെ എടുക്കുന്നറിയോ? പടുത വിരിച്ചിട്ട് രണ്ട് സൈഡിലും മേൽത്താങ്ങും അടിത്താങ്ങും കൂടെ പിടിക്കും, എന്നിട്ട് കുടയും, വള്ളത്തിൽ തെറിച്ച് വീഴും. ആ തെറിച്ച് വീഴാത്ത വള്ളത്തിൽ മാത്രം നമ്മൾ ഊരിയെടുക്കും. ഇല്ല ഊരി തീരത്തില്ല. 3 കിലോ വലയിലൊക്കെ 10-50 കിലോ വള്ളത്തിയൊക്കെ വീഴുന്നത് മോട്ടർ ഓടുന്ന സമയത്ത്.
മിക്കവാറും പള്ളത്തി ഉടക്കുന്നിടത്ത് കൂടുതൽ ഉടക്കി കിടക്കുള്ളൂ, ഒന്നിൽ കൂടുതൽ കാണും അല്ലേ ഉടക്കി കിടക്കുന്നിടത്ത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളതേ പള്ളത്തി മാത്രമല്ല, ഇടയ്ക്ക് 1-2 പരലും കിട്ടുന്നുണ്ട്. പകലങ്ങനെ പരൽ കിട്ടാത്തതാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പള്ളത്തിക്ക് 150 രൂപ മുതൽ 220 രൂപ വരെ വിലയുണ്ട്. അത് ഓരോ ദിവസവും അതിൻ്റെ വില ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ആകുന്നതാണ്. പള്ളത്തി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് അധികമൊന്നും കിട്ടുന്നില്ല കേട്ടോ, ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിലിട്ടാണ്. അപ്പം പള്ളത്തി കിട്ടുമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് വിലയും കൂടെ ഒക്കെ ഇരിപ്പുണ്ട്. ഇടുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 കിലോ പള്ളത്തിയൊക്കെ ചിലപ്പോൾ ഡെയിലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് വില. നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പോൾ മീൻ കൂടുതലുള്ളപ്പോൾ ചിങ്ങവനത്ത് കൊണ്ട് വിൽക്കാറുണ്ട്. അത് മീൻ കൂടുതലുള്ള സമയത്ത് മാത്രമാണ്. ഇല്ലാത്തവരാണെങ്കിൽ മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മീനുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ കാവാലത്ത് ലിസിയോ പള്ളിയിൽ വന്നാലാണ് മീൻ കൊണ്ട് തരാൻ പറ്റുക. ഇത്തിരി മീന് വേണ്ടി നമുക്ക് ചിങ്ങവനത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് ഭാരിച്ച ചിലവാണ്. വാവ്, എപ്പോഴും അങ്ങനെ തീരാൻ പോകുമ്പോഴാണ് മീൻ കിട്ടുന്നില്ലടാ. അതിൻ്റെ മേളിലോട്ട് തന്നെയാണോ വലിക്കുന്നത് അടുത്ത പടത വെച്ചിട്ട്? അപ്പോൾ ഞാൻ വള്ളം കൊണ്ട് പിടിക്കാവേ. അപ്പോൾ ആദ്യത്തെ വല നമ്മൾ വലിച്ച് മടക്കി കെട്ടി വെച്ച് വീട്ടിൽ ചെന്നിട്ടേ മീൻ എടുക്കുന്നുള്ളൂ കേട്ടോ. നീർക്കാക്കയ്ക്കും ഇപ്പോഴത്തെ സമയം 12 മണിയാണ് കേട്ടോ. നട്ടുച്ച വെയിലത്താണ് ഈ വല വലിക്കുന്നത്. തൂളി കുഞ്ഞാടാ, അതും തലയെടുത്തല്ലേ? നീർക്കാക്കേ കറി നടക്കുമോ? കറി നടക്കുമല്ലോ. ഓ, അതിൻ്റെ എന്തല്ലേ എടുത്തല്ലേ മനസ്സിൽ? അതെ, നീർക്കാക്കയ്ക്ക് തല മതിയോ? പരലിൻ്റെ തല എടുക്കാനേ പറ്റത്തുള്ളൂ. പള്ളത്തിയുടെ തല എടുക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല, മൊത്തം ഊരിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ. എന്നാ ചൂടടേ. മട ഒഴിവാക്കി കിടന്ന സ്ഥലത്ത് വലിയ മീനുള്ളതായിട്ട് കാണുന്നില്ല. ഒഴുക്ക് ഭാഗത്താണ് മീനുണ്ടാവുക. അത് തന്നെയല്ല, വെള്ളം കയറി തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് വെള്ളം ഒരു സ്വല്പം കളർ വ്യത്യാസമുണ്ട്. പുളി ഇളകി കിടക്കുക. അതൊന്ന് റെഡി ആയാലും മീൻ കീറിയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാടാ എണീറ്റ് താമസിച്ചു? അങ്ങോട്ട് പോകുന്നതോറും ഉണ്ടറാ, ഒഴുക്ക് ഭാഗത്തേ ഉള്ളൂ കളറിന് എന്തെങ്കിലും വ്യത്യാസമുള്ളൂ. തെളിച്ചുള്ളൂ വെള്ളത്തിന്. ഇത് പുളിയാ, അല്ലേ? pH അസിഡിറ്റി ഉള്ളിടത്ത് മീൻ വരത്തില്ല. പ്രത്യേകിച്ച് കരിമീൻ പോലുള്ള മീനുകൾ ഇതിനകത്ത് കയറത്തില്ല. ഈ തെങ്ങിൻ്റെയൊക്കെ മണ്ട പോയല്ലോടാ കഴിഞ്ഞ ദിവസം ഇടി വെട്ടിയപ്പോൾ. ഓ, അതേപോലെ കിളിക്കൂടൊക്കെ മിക്കവാറും ഈ മടലടന്ന് പോകുമ്പോൾ പോവും. എൻ്റെ കിളിക്കൂടല്ലേ? പാവം കിളികൾ അറിയുന്നുണ്ടോ ഇടിവെട്ടൊക്കെ. അങ്ങനെ നമ്മൾ 3ാമത്തെ വലയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് തന്നെ വലിക്കണോ? അതിനുള്ള നീളമല്ലേ ഉള്ളൂ അല്ലേ? ഇത് ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇവിടെ വെള്ളം മോശമായതുകൊണ്ട് മീൻ കാണാൻ സാധ്യത കുറവാണ്.
അവിചാരിതമായ ഒരു പള്ളത്തി. അവനുണ്ടല്ലേ? അവണ്ടോ ചെത്തു വെള്ളം മോശമായതുകൊണ്ട് പള്ളത്തി ഉണ്ടല്ലേ? ഓ വരാലോ, പള്ളത്തി കടിച്ചാടാ. ആ അത് കടിച്ചു കിടക്കുക, അത് നോക്കി കണ്ടോ, അതിനകത്ത് പള്ളത്തി കാണും. ആ പള്ളത്തി ഉണ്ട് അല്ലേ? വള്ളത്തി പിഴിഞ്ഞേക്കുക. അല്ല, ഫോറിൻ വരാല്ല അത്. ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീശാൻ പോയപ്പോൾ കണ്ടില്ല, അവിടെ ഒരു വാർപ്പ് നിൽക്കുന്നുണ്ടില്ല. അത് രണ്ട് വല്ല ചിമ്മിട്ട് വരാലുമായിട്ട്. ഈ നാടൻ വരാലിൽ നിന്ന് വ്യത്യസ്തമായിട്ടേ ഈ ഫോറിൻ വരാലിനൊരു പ്രത്യേകത ഉണ്ട്, അറിയോ? നാടൻ വരാലിൻ്റെ 4 ഇരട്ടി കുഞ്ഞുങ്ങളുണ്ടാവും ഫോറിൻ വരാലിന്. അങ്ങനെ കുടഞ്ഞു കയറ്റി പള്ളത്തി കളയല്ലേ, ചോറ് കുടഞ്ഞു കയറ്റി. മീനുണ്ട്. രണ്ടാമത്തെ വലയൊക്കെ കൂടുതൽ മീനുണ്ടെന്നു അല്ലേ? ഇവിടെ തൂമ്പുണ്ട്, ഒഴുക്കുണ്ട്. ആ അതിനോട് ഏരണ്ട്. ഓ കുടയുണ്ടാ പള്ളത്തി കൂടാ. എന്നടാ പലയുടെ ക്വാളിറ്റി വെച്ചുള്ള മീനുണ്ട്. അതൊക്കെ എടുത്ത് കളയാമായിരുന്നു. രണ്ട് കിലോ മീൻ കാണൂടെ എല്ലാം കൂടെ? വെറുതെ ഇരുന്നത് കിട്ടത്തില്ലല്ലോ അല്ലേ? ഒന്നാമത്തെ വലിച്ചു തീരാറായിട്ടുണ്ട്. ഒരു 300 മീൻ കാണത്തില്ലടാ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 10 ദിവസം വരെയിട്ടാ. ഓ അടിപൊളിയല്ലേ? കൺസെഷനൊക്കെ എടുക്കാം. അതുങ്ങൾ പണിയും കിടന്ന് വിശ്രമിക്കാമെന്ന് തോന്നുന്നല്ലോ. ശരിക്കും മീൻ പിടിക്കുന്നുണ്ട് നേർക്കാക്കേ. മീനെടുക്കുക മാത്രമല്ലല്ലോ, വലിച്ചു നോക്കും കൂടെ അല്ലേ? അവർ കളിയാ. സുഹൃത്തുക്കളെ, നമ്മുടെ മീൻ മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടെ എടുത്താൽ കംപ്ലീറ്റ് ആവും. നമുക്ക് കിട്ടിയ മീൻ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മീൻ.
ഏകദേശം 2-2.5 കിലോ പൊള്ളത്തിയുണ്ട്. 10 ദിവസം ഇങ്ങനെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. പണിയൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, വലയൊക്കെ വലിച്ചു വെക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണ് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ടാറ്റാ ബൈ ബൈ.